കേരള പോലീസിലെ 6 വോളിബോൾ പ്ലെയേഴ്സിന് ലഭിച്ച സമ്മാനത്തുക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചുവെച്ചു. ഈ സംഭവം കേരളത്തിലെ വോളിബോൾ താരങ്ങൾക്കും അല്ലെങ്കിൽ സ്പോർട്സുകാർക്കും ലഭിക്കുന്ന തുക അത് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ അങ്ങനൊരു സംഭവം കേരള പോലീസിലെ ചരിത്രത്തിലല്ലേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത കാര്യങ്ങളാണ്. ഇപ്പം കേരള പോലീസ് ആണ് അഖിലേന്ത്യാ പോലീസ് വോളിബോൾ ചാമ്പ്യന്മാർ. കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിലെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്ന യങ്സ്റ്റേഴ്സായ നല്ല വോളിബോൾ പ്ലെയേഴ്സ് അവരാണ് ഓൾ ഇന്ത്യയിലെ ഇൻ്റർ സ്റ്റേറ്റ് പോലീസ് മീറ്റിലെ ചാമ്പ്യന്മാർ. ഓരോ പ്രാവശ്യവും അവർക്ക് ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ 5000 രൂപ ഇൻക്ലൂഡഡായിട്ട് ഓരോരുത്തർക്ക് റിവാർഡ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ ചാമ്പ്യൻഷിപ്പ് എടുത്തെങ്കിലും ഈ 5000 രൂപയുടെ റിവാർഡ് ഇന്ന് വരെ കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ വോളിബോളിൻ്റെ ആകെ ഒരു ലീഗ് മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ റെയിൽവേയും കസ്റ്റംസും KSEB ഒക്കെ അവർ ടീമിനെ അയക്കാറുണ്ട്. ഈ പ്രൈം വോളിബോളിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല കളിക്കാരെ അത് സ്പോൺസർ ചെയ്യാൻ ആളുണ്ട്. അങ്ങനെയാണ് ആ പ്രൈം ലീഗിൽ ഇവർ കളിക്കാൻ പോകുന്നത്. കേരള പോലീസിലെ 6 പേരെ ക്ഷണിച്ചു. അവർ നല്ല പ്ലെയേഴ്സാണ്. 6.25 അടിയോളം പൊക്കമുള്ളവരാണ്. അവർ അഖിലേന്ത്യാ തലത്തിൽ ശോഭിച്ച ആൾക്കാരാണ്. ഇൻ്റർ പോലീസ് മീറ്റിൽ കേരള പോലീസിന് കപ്പെടുത്ത് കൊടുക്കുന്നവരാണ്. ആ 6 പേരെ അവർ ഇൻവൈറ്റ് ചെയ്തു. 6 പേരും കളിക്കാൻ പോയി. ലീഗിന് കളിക്കാൻ പോയപ്പോൾ അവർക്ക് ഏകദേശം 46.8 ലക്ഷം രൂപ ഓരോരുത്തർക്കും വ്യത്യസ്തമായ തുക രീതിയിൽ റിവാർഡ് കിട്ടിയിരുന്നു. ആ റിവാർഡ് കേരള പോലീസിൻ്റെ സ്പോർട്സ് ഫണ്ടിൽ അടയ്ക്കണമെന്ന് ഇപ്പം ചില ഉദ്യോഗസ്ഥന്മാർ നിർബന്ധം പിടിച്ചു. കുറേ പേര് പേടിച്ച് അടച്ച്. അതേ സമയത്ത് ഈ വോളിബോളിൽ സാധാരണഗതിയിൽ ലീഗ് കളിക്കുന്നതിന് ഒരു പ്രസിഡന്റ് നേരത്തെ ഇവിടെ ഇല്ല. എങ്കിലും ലീഗ് കളിക്കുന്നത് ഈ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അനുസരിച്ചാണ്. അവരുടെ കഴിവിനെ മാനിച്ചാണ് അവിടെ റിവാർഡ് കൊടുക്കുന്നത്. 6 പേര് കളിച്ചെങ്കിലും പലർക്കും നല്ല തുക കിട്ടിയവരുണ്ട്, മോശം തുക കിട്ടിയവരുണ്ട്. അവരുടെ കളിയുടെ പെർഫോമൻസും അവരുടെ അസസ്മെൻറ്റും ഒക്കെ കണക്കാക്കിയിട്ടാണ് ആ എമൗണ്ട് നിശ്ചയിക്കുന്നത്. പക്ഷേ ഇവിടെ അവർ അനുവാദം വാങ്ങിച്ചിട്ടാണ്, കേരള പോലീസിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ലീഗ് കളിക്കാൻ പോയത്. 2 മാസത്തേന് അവർ ലീഗ് കളിക്കാൻ പോകും. 2 മാസം കൊണ്ട് ആ ലീഗ് കളി തീരുകയുള്ളൂ. പക്ഷേ അവർ പണമൊക്കെ ആയിട്ട് ഇവിടെ തിരിച്ചു വന്നപ്പം ആ പണം ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കണമെന്ന് ഏറെ കുബുദ്ധികളായ പോലീസ് ഓഫീസർമാർ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. അങ്ങനെ ചിലരടച്ചു, ചിലരടച്ചില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി. അതേസമയത്ത് 2 മാസത്തെ ശമ്പളത്തോടു കൂടിയാണ് അവർ ഈ റിവാർഡ് വാങ്ങിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അവരെ 2 മാസത്തെ ശമ്പളം കൊടുക്കാതിരിക്കാം. കാരണം ആ 2 മാസം ഇവിടെ ജോലി ചെയ്യാതെ അവർ വെളിയിൽ പോയി വോളിബോൾ കളിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവരെ എടുത്തിരിക്കുന്നത് അവരുടെ പ്രൈം ടൈം അല്ലെങ്കിൽ അവർ കളിയിലെ ശോഭിക്കുന്ന കാലഘട്ടം മുഴുവൻ അവരിവിടെ വോളിബോൾ പരിശീലനത്തിലും വോളിബോൾ കളിയിലും കേരള പോലീസിനെ റെപ്രസെൻ്റ് ചെയ്യണം. അവർ ലോ ആൻഡ് ഓർഡറിലൊന്നും പോകുന്നവരല്ല, അവർ റിസർവ് പോലീസാണ്. സ്പോർട്സ് കോട്ടയിൽ പലരും എല്ലാ ഡിസിപ്ലിനിലും ഇതുപോലെ ആൾക്കാരെ കൂട്ട് ചെയ്തിട്ടുണ്ട്. ഫുട്ബോളിലുണ്ട്, അത്ലറ്റിക്സിലുണ്ട്, സ്വിമ്മിങ്ങിലുണ്ട്, വോളിബോളിലുണ്ട്. അങ്ങനെ കേരള പോലീസിന് എല്ലാത്തിലും ഇൻ്റർ സ്റ്റേറ്റ് കളിക്കാനും ഇൻ്റർ സ്റ്റേറ്റ് പോലീസ് ഗെയിംസിന് പോകാനും ഒക്കെ ഇവിടെ ടീം വാർത്തെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ടീമിനെ കളി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ മറ്റ് ടീമുകളുമായിട്ട് കളിക്കണം. അല്ലാതെ ഇവർ തന്നെ ഇവിടെ കോച്ചിങ് കൊടുത്തിട്ട് കാര്യമില്ല. ഒഫൻസീവും ഡിഫെൻസീവുമായിട്ട് കളിക്കാൻ ഉള്ള ധാരാളം ടീമുകൾ ഓരോ സ്റ്റേറ്റിലുണ്ട്. അവരുമായിട്ട് കളി വെച്ചെങ്കിൽ മാത്രമേ ഇവർ പേഴ്സണലായിട്ട് അവരെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനൊരു അവസരം ഇവിടെയില്ല. അതുകൊണ്ടാണ് ഇവർ നല്ല പ്ലെയേഴ്സ് എല്ലാവരും ഈ പ്രൈം വോളിബോൾ ടൂർണമെൻറ്റിലേക്ക് അനുവാദത്തോടുകൂടി പോകുന്നത്. ഏതായാലും ഈ പ്രാവശ്യം പോയപ്പോൾ 46.8 ലക്ഷം രൂപ അവർക്ക് 6 പേർക്ക് റിവാർഡായിട്ട് കിട്ടി. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന കാരണം പൈസ അടയ്ക്കാത്തത് കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ നടപടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇവർക്കെതിരായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി തുടങ്ങിയിട്ടുണ്ട്. പണം തിരിച്ചടയ്ക്കണം. ചില ആൾക്കാർ കുറച്ച് പൈസ എങ്ങാണ്ട് തിരിച്ചടച്ചു. ചില ആൾക്കാർ അവരുടെ ആ 2 മാസത്തെ ശമ്പളം തിരിച്ചടച്ചതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രവൃത്തി
മൂലം മാനസികമായിട്ട് ഇവരെല്ലാം തകർന്നു. കേരളത്തിലെ പോലീസാണ്, അല്ലെങ്കിൽ കേരള പോലീസ് തന്നെയാണ് ഓൾ ഇന്ത്യ ചാമ്പ്യന്മാരെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പം തന്നെ ഒളിമ്പിക്സിൻ്റെ സമയത്ത് നമ്മൾ ഇപ്പം വേൾഡ് ഫുട്ബോളിൻ്റെ സമയത്ത് തന്നെ നമുക്ക് നോക്കാം. ഇവിടെ അത്ലറ്റിക്സിന് ധാരാളം പേര് നല്ല ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട് ഇന്ത്യയിലും, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ. അതേസമയത്ത് വോളിബോളിൽ നമ്മൾ ഇന്ത്യയിൽ ചാമ്പ്യന്മാരാണെങ്കിലും ഫുട്ബോൾ രംഗത്ത് കേരള പോലീസിന് നേരത്തെ ടീമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴ് ഈ പുതിയ ബഡ്ജറ്റിനകത്ത് സ്പോർട്സിന് കുറേ 100 കോടി രൂപ അടുത്തെങ്ങാണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ചില കരീബിയൻ രാഷ്ട്രങ്ങൾ 1,60,000 പേര് ഉള്ള ഒരു ചെറിയ രാജ്യത്തിന് അവർ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അവർക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കിവിടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ബംഗാളിലും കേരളത്തിലുമാണ് ഇന്ത്യയിൽ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിന് കുട്ടികളെ ലഭിക്കുന്നത്. നമുക്ക് ഒരു 8-10 കോടി രൂപ മതി ഇവിടെ ഒരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കാൻ. മലപ്പുറം സെൻട്രലൈസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒരു 12 വയസ്സ് 11 വയസ്സ് 12 വയസ്സിലെ കുട്ടികളെ 10-20 പേരെ മതി തിരഞ്ഞെടുത്തിട്ട് അതിൽ അന്ന് നമുക്കൊരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കണം. ഇന്ത്യയിലെ മൊത്തം നമ്മൾ ജനാധിപത്യ രീതിയിലൊക്കെ പോയാൽ ഒന്നും നടക്കില്ല. കാരണം അഴിമതിയുടെ കൂത്തരങ്ങാണ് എല്ലാ സ്പോർട്സ് ഡിവിഷനിലും. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് മലപ്പുറം സെൻട്രലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഫുട്ബോളിന് വരുന്ന മലപ്പുറം സെൻട്രലൈസും, പിന്നെ ഇവിടെ തിരുവനന്തപുരം വെട്ടുകാട് ഏരിയയിലുണ്ട് കുട്ടികൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ 10, 11, 12 വയസ്സിൽ അവരെ ഈ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് അതിൽ 10-20 പേരെയെങ്കിലും നമ്മൾ വാർത്തെടുക്കണം. ഒരു 4 വർഷം കഴിയുമ്പം അടുത്ത ഇന്ത്യയുടെ ടീമിലേക്ക് ഇവരെ മുഴുവൻ സെലക്ട് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്കും വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കാനൊരു ടീം ഉണ്ടാക്കാം. അല്ലാതെ ഇന്ത്യയിൽ 143 കോടി ജനങ്ങളുണ്ടായിട്ടും നമുക്ക് ഒരു നല്ല ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞില്ല. 1.5 ലക്ഷം 1.25 ലക്ഷം ഉള്ള കരീബിയൻ ദ്വീപിലുള്ള ചെറിയ ഐലൻഡ് അവർ വേൾഡ് കപ്പ് കളിക്കുന്ന കാണുമ്പം നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ആരും ഇതിന് മുൻകൈ എടുക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ഡിവിഷനിലെങ്ങും ഇതൊന്നും നടക്കില്ല. കാരണം അവിടെ എല്ലാം പൊളിറ്റിക്സാണ്. നമുക്ക് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ്, അത് എല്ലാ ഗവൺമെൻറ്റും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നവരും ഒക്കെ അതിന് സഹകരിക്കും. കാരണം ഫുട്ബോൾ കളിയിൽ കേരളത്തിന് നല്ലൊരു ഭാവിയുണ്ട്, നല്ല കുട്ടികൾ നമുക്കുണ്ട്. നമുക്ക് ഇന്ത്യൻ ടീമിലേക്ക് വേണ്ടി തന്നെ ഒരു 10-20 പേരെ ഇവിടെ വാർത്തെടുക്കാൻ 4 വർഷം മതി. അടുത്ത വേൾഡ് കപ്പിൽ മത്സരിക്കത്തക്ക രീതിയിൽ ഇന്ത്യയിലെ നല്ല പ്ലെയേഴ്സ് ആണെങ്കിൽ കേരളത്തിലെ 90% പ്ലെയേഴ്സും ഇന്ത്യൻ ടീമിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് വി ഡി സതീശൻ ഗവൺമെൻറ് സ്പോർട്സ് മന്ത്രി പോകണം. ഒരു 10 കോടി മതി എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുട്ടികളുടെ ചിലവ്, താമസം, വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ അവരെ ട്രെയിനിങ് ആയിട്ട് വേൾഡ് ലെവലിലുള്ള നല്ല ട്രെയിനേഴ്സ് 2 പേരൊക്കെ ശമ്പളം കൊടുക്കുക. നമുക്ക് കൂടി വന്നാൽ 10-20 കോടി രൂപയ്ക്ക് മാക്സിമം ഒരു വേൾഡ് കപ്പ് ലെവലിൽ കൊണ്ടുവരത്തക്ക ടീമിനെ ഇന്ത്യക്ക് സംഭാവന ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആ വിവരം കൂടെ സർക്കാർ ശ്രദ്ധിക്കണം. ഈ വോളിബോൾ ടീമിനെ പണം പിടിച്ചു വച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. കാരണം മാനസികമായിട്ട് അവരൊക്കെ തകരും. ഇന്ത്യയിലെ സ്പോർട്സ് പണം ഉണ്ടാക്കാനുള്ളതല്ല, അതൊരു ഇന്ത്യയുടെ മാനസികമായ കായികമായ ശക്തി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ടീമിനെ വാർത്തെടുക്കുന്നതാണ്. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ വോളിബോൾ ടീമിൻ്റെ പിടിച്ചു വെച്ച പണം അവർക്ക് കൊടുക്കുകയും അവരെ വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ 2 മാസത്തെ ശമ്പളം കൂടെ അതിൽ നിന്ന് കുറവ് ചെയ്യുക, അല്ലെങ്കിൽ ശമ്പളം അവരെ തിരിച്ചടയ്ക്കാൻ പറഞ്ഞാൽ അവരടയ്ക്കുകയും ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് അവരുടെ എതിരായിട്ട് നടപടി ഉണ്ടെങ്കിൽ അതും ഈ ഗവൺമെൻറ് പിൻവലിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.